ഹിന്ദുക്കൾക്കും വേണ്ടേ ഒരു ഒത്തൊരുമ? ഹിന്ദു ഏകതാ സമ്മേളനം, സംഘ് RSS. പക്ഷേ ഇപ്പോ ഹിന്ദു ഐക്യ സമ്മേളനത്തിനെ വെറും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി കാണുന്നവരോട് സാറിന് എന്താ പറയാനുള്ളത്? ഹിന്ദു ഏകതാ സമ്മേളനം തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ദേശീയ പ്രസ്ഥാനം രൂപീകരിച്ചത്. അതിന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചു തുടങ്ങി 2025 വിജയദശമി ദിനം മുതൽ 2026 വിജയദശമി ദിനം വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദേശീയ തലത്തിൽ തന്നെയുള്ള നിരവധിയായ പരിപാടികളിലെ ഒന്ന് മാത്രമാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ. ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം തന്നെ ആയിരക്കണക്കിനുള്ള ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നു. അത് കേരളത്തിൽ ഇലക്ഷൻ വരുന്നതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടായത്. ദേശീയ തലത്തിൽ ബാക്കി സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഇല്ലാത്ത എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഹിന്ദു ഏകതാ സമ്മേളനം, അതിനകത്തെ സമ്മേളനം എന്ന് പറയുന്ന വാക്ക് വളരെ ക്ലിയർ ആണ്, എല്ലാവരോടും ഒന്നിച്ചു ചേരുക. പക്ഷെ അതിനകത്തെ വളരെ തെറ്റിദ്ധാരണയുള്ള രണ്ട് വാക്കുകളാണ് ഹിന്ദുവും ഏകതയും. ആരാണ് ഹിന്ദുക്കൾ, എന്തുകൊണ്ടാണ് ഏകത ഉണ്ടാകേണ്ടത്? ഈ രണ്ട് കാര്യങ്ങളെ പറ്റി രാജ്യമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇത്തരത്തിലുള്ള ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടത്തുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടൊന്നുമല്ല സംഘം ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അത് വെറും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് യാതൊരു ന്യായവുമില്ല. ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നു. അത് 2-3 ആഴ്ചയായിട്ട് തുടങ്ങി. ഏകദേശം എനിക്ക് അറിവനുസരിച്ച് മാർച്ച് മാസം 15-ാം തീയതി വരെയുള്ള ഈ അവധി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലായി എല്ലായിടവും ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നു. ഹിന്ദുത്വം എന്താണ്, ഹിന്ദു ധർമ്മം എന്താണ്, ഹിന്ദു സംസ്കാരം എന്താണ്, ഹിന്ദു ജീവിത രീതി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കി കൊടുക്കാനും ഈ ജാതിപരമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും ഭിന്നിച്ചു നിൽക്കുന്ന ഹിന്ദുക്കൾ ഒന്നിച്ചില്ല എങ്കിൽ, ഏകത ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സമൂഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ഉദ്ദേശമാണ്. അത് വോട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെ, ഞാൻ ചോദിക്കാൻ പോയ ചോദ്യം അത് തന്നെയായിരുന്നു. ജാതിഭേദം അന്യേ ഹിന്ദുക്കൾ ഒരുമിച്ച് വരണം എന്നുള്ള ഒരു മെസ്സേജാണ് RSS ഇതുവഴി ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഭാരതത്തിന്റെ ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഭാരതത്തിന്റെ ദേശീയ അംഗീകരിക്കുന്ന ആരും ഹിന്ദുവാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നിർവചനം. അതനുസരിച്ച് ഒരു മുസ്ലിം ആണെങ്കിൽ പോലും ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ഹിന്ദു മതത്തിലെ ജാതി എന്ന് മാത്രമായിട്ട് അതിനെ കാണരുത്. ഭാരതത്തിന്റെ ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഭാരതത്തിൽ ജനിച്ച എല്ലാവരും തന്നെ ഹിന്ദുക്കളാണെന്നാണ് പൂജനീയ സർസംഘചാലകനായിട്ടുള്ള ശ്രീ മോഹൻ ഭാഗവത് പോലും പറഞ്ഞു. മറ്റ് മതവിഭാഗങ്ങളുണ്ടല്ലോ സാർ, അവരുടെയൊക്കെ ഒരുമയും ശക്തിയും ഒക്കെ അവർ പുറത്തു കാണിക്കുമ്പോൾ നമ്മളുടെ ഹിന്ദുക്കൾ മാത്രമേ എന്തുകൊണ്ടാണ് വിശ്വാസങ്ങൾ പുറത്തു കാണിക്കാൻ മടിക്കുന്നത് സാർ? ഈ ലോകത്തുള്ള മതങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, സെമറ്റിക് മതങ്ങളും സെമറ്റിക് അല്ലാത്ത മതങ്ങളും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹിന്ദു മതം ഈ ആഫ്രിക്കയിലെ ചില ഗോത്ര വിഭാഗങ്ങളുടെ മതങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മതങ്ങളും സെമറ്റിക് മതങ്ങളാണ്. അതിനൊരു സ്ഥാപകനുണ്ടാകാം. ആ സ്ഥാപകനോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരോ എഴുതി വെച്ചിട്ടുള്ള ചില വേദവാക്യങ്ങൾ ഉണ്ടാകാം. അതിന്റെ ആ ഒരു സിലബസിനകത്ത് നിന്നുകൊണ്ട് അവർ പോകുന്നു. അതേപോലെ തന്നെ അവർക്ക് എല്ലാ ആഴ്ചയും എല്ലാ മാസത്തിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് ആരാധന നടത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ആ രീതികളും ആ സെമറ്റിക് മതങ്ങളുടെ വലിയ സവിശേഷതയാണ്. അങ്ങനെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരു ആരാധന, ഇപ്പൊ വെള്ളിയാഴ്ച മുസ്ലിം വിഭാഗക്കാരും ഞായറാഴ്ച ക്രൈസ്തവ വിഭാഗക്കാരും ഒക്കെ ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അവരോട് അവരുടെ പുരോഹിതന് അല്ലെങ്കിൽ അവരുടെ മത മേലധികാരിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, അല്ലെ ഇന്ന ദിവസം നമുക്ക് ഒന്നിച്ച് ചേരണം, ഒന്നിച്ചു കൂടണം, ഇന്നിച്ചൊരു പ്രകടനം നടത്തണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്ത് സെമറ്റിക് സ്വഭാവം ഇല്ലാത്തത് കൊണ്ടും ജാതീയമായിട്ടുള്ള പ്രാമുഖ്യം കൂടുതലായതുകൊണ്ടും ഒന്നിച്ച് അതിന്റെ വിരാട് രൂപം കാണിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരുടെ ഇക്കാര്യങ്ങൾ സെമറ്റിക് മതങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഹിന്ദുമതത്തിന്റെ സവിശേഷത വിശ്വാസിയാവാം അവിശ്വാസിയാവാം, ഹിന്ദുമതത്തിനെ കുറ്റം പറയാം, ഹിന്ദുമതം മോശമാണെന്നും ഹിന്ദുവായിട്ട് ഒരാൾക്ക് പറയാം, അതിനൊന്നും ഒരു തെറ്റുമില്ല. അത്ര വിശാലമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് അനുസരിച്ച് കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഹിന്ദുമതം ഇന്നും അത് നിത്യനൂതനമായിട്ട് നിൽക്കുന്ന, എല്ലാ കാലത്തും റീഫോംസിന് വിധേയമായിക്കൊണ്ട് നിൽക്കുന്ന ഒരു മത സംവിധാനമാണ്, അല്ലെങ്കിൽ ധാർമ്മിക സംവിധാനമാണ് ഹിന്ദുമതം.
അങ്ങനെ പറയുമ്പോഴില്ലേ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയും സാർ പറഞ്ഞ മാതിരി ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒരു പ്രത്യേക ദിവസമുണ്ട്, അവർക്ക് പഠനമുണ്ട്. പക്ഷെ ഹിന്ദുക്കൾക്ക് അത് നിർബന്ധമില്ല. സാർ പറഞ്ഞ മാതിരി വേണമെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഹിന്ദുയിസം എന്ന് പറഞ്ഞ സംഗതി അറിയാതെ പോകുന്നു സാർ. അതിന് നമ്മൾ എന്താ എന്ത് എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിന് വേണ്ടിയിട്ട്? അല്ല, ഹിന്ദുയിസം എന്നുള്ളത് ശരിയാണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമറ്റിക് മതങ്ങൾക്ക് ആജ്ഞ കൊടുക്കാനും അല്ലെങ്കിൽ നിർദ്ദേശം നടപ്പാക്കാനുമുള്ള മെക്കാനിസം ഉണ്ട്. ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആ മെക്കാനിസം ഇല്ല. അതൊരു പ്രത്യേക രീതിയിലാണ് ആ ഹിന്ദു മതത്തിന്റെ കെട്ടുപാട്. പക്ഷെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഹിന്ദുത്വ ബോധമുള്ള തലമുറ കൂടി വരികയാണ്. നമ്മൾ നോക്കൂ, അടുത്ത കാലത്തായിട്ട് നന്ദഗോവിന്ദ ഭജൻസ് തുടങ്ങിയ സംവിധാനം, കോഴിക്കോട് പ്രശാന്ത് വർമ്മ തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഭജൻ സംസ്കാരം ഹിന്ദുത്വത്തിന്റെ മറ്റൊരു തിരിച്ചുവരവ് തന്നെയാണ്. അത് വളരെ പോസിറ്റീവാണ്. പക്ഷെ ഒരിടത്ത് ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ വിളിച്ചിരുത്തി ഇതാണ് ഹിന്ദുത്വം എന്ന് ക്ലാസ് ഒന്നും കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് കുറവാണ്. ആ സംവിധാനം നമുക്കില്ല എന്ന് തന്നെ പറയാം. ഹിന്ദുത്വത്തിന് അപ്രകാരം ഒരു സംവിധാനം ഇല്ല. സ്വയാർജിതമായിട്ടുള്ള അറിവ് നേടിക്കൊണ്ട് ഹിന്ദുബോധം തിരിച്ചറിയുക എന്നുള്ളതാണ് പുതുതലമുറ ഏറ്റവും കൂടുതൽ ഇന്ന് ചെയ്യുന്നത്. യൂട്യൂബ് ഉൾപ്പെടെയുള്ള പുതിയ പുതിയ മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു. അവർക്ക് വേണ്ട റിസൾട്ട് അവർ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സെമറ്റിക് മതങ്ങൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഇന്ന് ഇസ്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എക്സ് മുസ്ലിംസ് യൂണിയൻ EMU എന്നൊക്കെ പറയുന്ന സംവിധാനം വളരെ കൂടുതലാണ്. എന്താണ് അതിന്റെ കാരണം? നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ അതുപോലുള്ള നവമാധ്യമങ്ങൾ, വാട്സാപ്പ് വന്നപ്പോൾ അവരുടെ ഖുറാനിലെയും അവരുടെ ഇസ്ലാമിക വിശ്വാസത്തിന്റെയും കുഴപ്പങ്ങളെ തുറന്നു കാണിക്കുകയാണ്. ആരാ തുറന്നു കാണിക്കുന്നത്? അവരുടെ ഉള്ളിൽ ജനിച്ചു വളർന്നത് പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പറയുന്നത് ഇത് കുഴപ്പമാണ് എന്ന് പറയുന്നത്. പക്ഷെ ഹിന്ദുത്വത്തിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എക്സ് ഹിന്ദു യൂണിയൻ ഇല്ല, എക്സ് മുസ്ലിം യൂണിയൻ ഉണ്ട്. അതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ ഹിന്ദുക്കൾ ഇതുമാതിരി ഒരുമിക്കാൻ ശ്രമിക്കുകയാണ്, ഒരു സമ്മേളനം വഴി ആയാലും ശരി. അപ്പോൾ അതിനൊരു വർഗീയത എന്നൊരു പേര് കൊടുക്കുന്നുണ്ട് സാർ. അതിനെ പറ്റിയിട്ട് എന്ത് പറയുന്നു സാർ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹിന്ദുക്കൾ ഭിന്നിച്ചു നിൽക്കുകയാണെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? കേരള ചരിത്രത്തിൽ എന്നെങ്കിലും നായരും ഈഴവരും തമ്മിൽ ഒരു സംഘർഷം നടന്ന ഒരു സാഹചര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നായരും ബ്രാഹ്മണരും തമ്മിൽ ഒരു അടിപിടി ഉണ്ടായ ഒരു കഥ പറയാമോ? പുലേരെ സംഘടിതമായിട്ട് നായർ വിഭാഗം ആക്രമിച്ചതിന്റെ ഒരു കഥ പറയാമോ? ഒന്നുമില്ല. ജാതി എന്നുള്ളത് ഒരു സാമൂഹികമായ സത്യമാണെന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ഇസ്ലാമിക വിഭാഗങ്ങളെ നോക്കിക്കോളൂ, ഷിയകളും സുന്നികളും ഏറ്റുമുട്ടുന്നു, ഷിയകളും അഹമ്മദീയ വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും തമ്മിൽ വഴക്കും ബഹളവുമാണ്. അപ്രകാരമൊന്നും കേരള സാഹചര്യത്തിലോ ഭാരത സാഹചര്യത്തിലോ ഹിന്ദു വിഭാഗത്തിന് പ്രശ്നങ്ങളില്ല. ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കൂ, ഏത് വേണമെങ്കിലും നോക്ക്. കേരളത്തിൽ തന്നെ സഭാ തർക്കം, അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കണോ, ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കണോ, ഈ പള്ളി ഓർത്തഡോക്സിന്റെ ആണോ, ആ പള്ളി യാക്കോബൈറ്റിന്റെ ആണോ, തുടങ്ങിയ എന്തുമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നു. അങ്ങനെ ഹിന്ദുക്കൾക്ക് ഏകതയൊക്കെ തന്നെ ഉണ്ട്. ഹിന്ദുക്കൾക്ക് ഏകത ഇല്ലാഴികയൊന്നുമില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ധർമ്മമാണ് അവരെ ചേർത്ത് പിടിക്കുന്ന ഘടകം. ആ ഘടകം മുമ്പോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യയിലും ഒക്കെ തന്നെ ഒരേ സാഹചര്യത്തിലാണല്ലോ ക്രൈസ്തവ മതവൽക്കരണം തുടങ്ങിയത്? പക്ഷേ ആഫ്രിക്ക പൂർണ്ണമായും ബൈബിളിന്റെ കീഴിലാക്കി ഇന്നും ഭാരതത്തിലെ 80-86% ഹിന്ദുക്കളായി നിലനിൽക്കുമ്പോൾ അതിന്റെ ശക്തി എത്ര വലുതാണ് ഹിന്ദുത്വത്തിന്റെ എന്ന് നമ്മൾ തിരിച്ചറിയണം. ജാതി എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സംവരണവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഹിന്ദുക്കൾ എന്നും ഒന്നിച്ചു തന്നെയാണ് നിന്നിട്ടുള്ളത്. അവർക്ക് യാതൊരു വിധമായ ഭിന്നിപ്പുമില്ല. അവരെ ഭിന്നിപ്പിക്കാൻ ചില ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ, വോട്ട് ബാങ്കിന് വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രകാരം ഒരു ഭിന്നിപ്പൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരു ചോദ്യം ഇതിന്റെ ഇടയിൽ പ്രസക്തി എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്നാലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും അതിന്റെ അവകാശങ്ങളിലും ഒക്കെ ഇപ്പോ ദേവസ്വം ബോർഡിനൊരു ബോർഡുണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട്. അപ്പൊ അതിലിപ്പോ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും അവർക്കതൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്ത് പറയുന്നു? അപ്പൊ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണ്ടേ ഇതിനു വേണ്ടിയിട്ട്? കേരളത്തിലെ ഭാരതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് തന്നെ ദേവസ്വം ബോർഡുകൾ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ക്രൈസ്തവരെ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള സംവിധാനങ്ങളില്ല. ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷവും കേരളത്തിൽ 10,500 ക്ഷേത്രങ്ങൾ, 1,200 ക്ഷേത്രങ്ങളോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ഗ്രാമീണ ക്ഷേത്രങ്ങൾ അതാത് പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ് ഭരിക്കുന്നത്. എല്ലാവരോടും ചേർന്ന് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, പ്രത്യേകമായ ചില ജാതി സംഘടനകൾ മാത്രം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. എന്നാലും എല്ലാവരും വിശ്വാസത്തിന്റെ ഭാഗമായി ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. മറ്റേത് സെമറ്റിക് മതങ്ങളായതുകൊണ്ടും അവരുടേതും നമ്മുടേതും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, അവരുടേത് തീർത്തും ആരാധനാലയങ്ങളാണ്.
പക്ഷെ ഹിന്ദുവിന്റെ ദേവാലയമാണ്, ദേവന്റെ വീടാണ് നമ്മളുടെ ആരാധനാലയങ്ങൾ. മറ്റേത് ആരാധന നടത്താനും പ്രാർത്ഥിക്കാനും പുരോഹിതൻ പറയുന്ന കേൾക്കാനുമുള്ള ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് മാത്രമാണ് അവരുടെ ആരാധനാലയങ്ങൾ. ആ വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് ദേവസ്വം ബോർഡുകൾ വളരെ അഴിമതിയിൽ മുങ്ങി നിറഞ്ഞു നിൽക്കുകയാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞത് കൊണ്ട് അതിന് ഒരു തിരിച്ചുവരവ് ഏതെങ്കിലും കാലത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. RSSന്റെ ഈ സമ്മേളനം നല്ല രീതിയിൽ പോകട്ടെ, ഹിന്ദുക്കൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ സാർ? തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. സംഘം വലിയ വലിയ സമ്മേളനങ്ങളല്ല നടത്തുന്നത്. ഓരോ പ്രദേശത്തെയും ഹിന്ദുക്കളെ വിളിച്ചുകൂട്ടി ഹിന്ദു ഏകതയുടെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ യോഗങ്ങളിൽ ഒന്നും തന്നെ വോട്ട് ആർക്ക് കൊടുക്കണമെന്നോ ആർക്ക് കൊടുക്കരുതെന്നോ ഒരു നിർദ്ദേശവും ഉണ്ടാവില്ല. ഹിന്ദു ഏകതയുടെ ആവശ്യം മാത്രമേ ആ വേദികളിൽ ചർച്ച ചെയ്യപ്പെടത്തുള്ളൂ. ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ കലാപരിപാടികളും സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഒന്നും തന്നെ അവിടെ ഇല്ല. ഇപ്പൊ നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെ ഇത് നടക്കുന്നുണ്ട്. അവിടെ ഇലക്ഷൻ ഇല്ലല്ലോ. മധ്യപ്രദേശിൽ അതെ. നടക്കുന്ന അവിടെ ഇലക്ഷൻ ഇല്ലല്ലോ. കേരളത്തിൽ ഇലക്ഷൻ വന്നു, തമിഴ്നാട്ടിലും ഇലക്ഷൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ഷന്റെ അനുസരിച്ചല്ല RSS പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.